ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരാകവേ കൈവെടിഞ്ഞിടുമ്പോൾ, ലോകക്കാരാകവേ കൈവെടിഞ്ഞിടുമ്പോൾ, ഉറ്റ സ്നേഹിതർ കൈവെടിയുമ്പോൾ പെറ്റതള്ളയേക്കാൾ ആശ്വസിപ്പിക്കും. ഉറ്റ സ്നേഹിതർ കൈവെടിയുമ്പോൾ പെറ്റതള്ളയേക്കാൾ ആശ്വസിപ്പിക്കും. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കാം. കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ തുണന്നു നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുശോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ വിശ്വാസികൾ നിലനിൽക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ 1-ാമത്തെ പോയിന്റായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. കർത്താവിൽ ഏകചിന്തയോടെ നിലനിൽക്കണം, കർത്താവിൽ ഐക്യത്തോടെ നിലനിൽക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്ന കാര്യം. ഈ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതയുടെ ഒരു കാരണം ഇവിടെ നാം കാണുന്നുണ്ട്. 2 സഹോദരിമാരെ കുറിച്ച് ഇവിടെ പറയുന്നു. യുവോദ്യയും സുന്ദരിയെ കുറിച്ച് പറയാം. യുവോദ്യ എന്ന വാക്കിന്റെ അർത്ഥം പ്രോസ്പെറസ് ജേർണി അഥവാ വളരെ സമൃദ്ധമായ ഒരു യാത്ര എന്നാണ്. സുന്ദരി മീൻസ് പ്ലസന്റ് അക്വൈൻറ്റൻസ്, വളരെ സന്തോഷപ്രദമായ ഒരു പരിചയം അല്ലെങ്കിൽ അടുപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ വളരെ സമൃദ്ധമായ യാത്ര ചെയ്യുന്നു എന്നർത്ഥമുള്ളവരും വളരെ സന്തോഷകരമായ അടുപ്പം ഉള്ളവരുമായ എന്ന് പേരുള്ള ഈ 2 പേര് ഇപ്പോൾ അന്യോന്യം പോരാടുകയാണ്. ഐക്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ക്രിസ്തുവിൽ ഒരുമിപ്പെട്ട് കൂടുവാനായിട്ട് കഴിയുന്നില്ല. ആ കാര്യങ്ങളിൽ കാര്യങ്ങൾ സഭയിലുള്ള കാര്യങ്ങളിൽ അവർക്ക് വ്യക്തിപരമായിട്ടോ സഭാപരമായിട്ടോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് 2-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇവരൊക്കെ കാരണമായിരിക്കാൻ പറയുന്നത് അവരുടെ ആശ്വാസവും പ്രബോധനവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ, ആർദ്രതയും മനസ്സും ഉണ്ടെങ്കിൽ, ഏക മനസ്സുള്ളവരാകണം, ഏക സുഖം സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി സന്തോഷം പൂർണ്ണമാക്കണമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഐക്യമില്ലായ്മ, ഇവരുടെ ഭിന്നത പൗലോസിന്റെ സന്തോഷത്തെ കെടുത്തുന്നു. ഫിലിപ്പിയ സഭയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സന്തോഷം. ഫിലിപ്പിയ സഭയുടെ സന്തോഷത്തെ കെടുത്തുവാൻ, പൗലോസിന്റെ സന്തോഷത്തെ കെടുത്തുവാൻ ഇവരുടെ ഐക്യമില്ലായ്മ കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഐക്യത ഇല്ലായ്മ വരുന്നതിന്റെ കാരണം എന്താണെന്ന് നാം ചിന്തിച്ചാൽ അതിന് പിന്നിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളാണ്. കൊരിന്ത് സഭയില് പിശാചിന്റെ തന്ത്രങ്ങൾ നിമിത്തം ഭിന്നതയുണ്ടായി. അത് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിലും 2 കൊരിന്ത്യർ ലേഖനത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കൾ കർത്താവിൽ എങ്ങനെ നിലനിൽക്കണം? 2 പേർ ഐക്യമത്യപ്പെട്ട് നിന്നാലേ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകത്തുള്ളൂ. 2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന കാര്യത്തിൽ മാത്രമേ കർത്താവ് ഉത്തരം നൽകത്തുള്ളൂ. അപ്പൊ ദൈവസഭയിൽ ദൈവ സാന്നിധ്യം ഭിന്നത നിമിത്തം നഷ്ടപ്പെടുകയാണ്. ദൈവ സാന്നിധ്യമില്ലാത്ത കർത്താവ് പുറത്തു നിൽക്കുന്ന അവസ്ഥ ഭിന്നതയുടെ ഫലമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഭിന്നതയുടെ പ്രാധാന്യം? യുവതിയും സുന്ദരിയും സാധാരണ 2 വിശ്വാസികളല്ല. അവര് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ
എൻ്റെ വേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷത്തിൽ പോരാടിയിരിക്കുന്നു. പൗലോസിനോടും ക്ലേമന്തിനോടും അതുപോലെ മറ്റു സുവിശേഷ പ്രവർത്തകരായ ആളുകളോട് ഈ സ്ത്രീകൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പങ്കുവഹിച്ചവരാണ്. കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹികളായിരുന്നു. കർത്താവിനെ സാക്ഷിക്കുന്ന കാര്യത്തിൽ അവരുടെ ശുശ്രൂഷ, അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിച്ചവരാണ്. അങ്ങനെ നല്ലൊരു ആത്മീയ ഉത്സാഹവും തീക്ഷ്ണതയുള്ള ഇവര് ഇപ്പോൾ അന്യോന്യം ഭിന്നിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് പോകാനായിട്ട് കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. പൗലോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ, എന്നാൽ സ്ത്രീകളല്ലേ പോട്ടെ എന്ന് വെക്കുന്നില്ല, അത് പരിഹരിക്കാനുള്ളതായ പരിശ്രമം കൂടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ആളുകൾ ഭിന്നിച്ചാൽ കർത്താവിൻ്റെ വേലയ്ക്ക് അത് തടസ്സമായിട്ട് തീരും. നമുക്കറിയാം, അനേക സ്ഥലങ്ങളിൽ മനോഹരമായ നിലയിൽ വേല വർദ്ധിച്ച് ആളുകൾ മുന്നോട്ട് വന്ന സമയത്ത് അവിടെ ശുശ്രൂഷയിലായിരുന്ന ആളുകൾ തമ്മിലുള്ളതായ ഭിന്നത നിമിത്തം ആ വേലകളൊക്കെ മന്ദീഭവിച്ചു പോകാനും ഫലം എല്ലാം ചിഹ്നിച്ചു പോകാനും ചിതറിപ്പോകാനും ഒക്കെ ഇടയായി എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ, കർത്തൃ സഭയിലായിരിക്കുന്നവർ ഐക്യത്തോടും ഒരു മനസ്സോടും കൂടെ പോകണം എന്നുള്ള അനുഗ്രഹീതമായ ചിന്ത, ക്രിസ്തുവിൻ്റെ ആ ചിന്തയുള്ളവരായിരിക്കാം. എങ്ങനെയാണ് ഐക്യത ഉണ്ടാകുക? ഒരുവൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുമ്പോൾ, മറ്റുള്ളവരുടെ ഗുണം കൂടി ചിന്തിക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സൗമ്യതയോടെ താഴ്മയോടെ അംഗീകരിക്കുവാനും, നമ്മൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് സൗമ്യതയുടെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞ് പരിഹരിക്കുവാനുമുള്ളതായ ഒരു താഴ്മ ഏത് കാലഘട്ടത്തിലും ഭിന്നത പരിഹരിക്കാൻ ഇടയായിത്തീരും. എന്നാൽ ഭിന്നതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്വയത്തിൻ്റെ ഉയർച്ചയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ഭിന്നത ഒഴിവാക്കിയാലേ സഭയിൽ സന്തോഷം നിലനിൽക്കത്തുള്ളൂ എന്നുള്ളതും കർത്താവിൻ്റെ സാന്നിധ്യം സഭയിൽ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് പരിഹാരം? അവിടെ ഒരു വ്യക്തിയെ, ആ സഭയിലുള്ള ഇണയാളി എന്ന് പറയുന്നതായ ഒരാളെ കുറിച്ച് പറയുകയാണ്. ഈ ഇളയാളി എന്നുള്ളത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പൗലോസിനോടൊപ്പം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനെ ഒരു നുകത്തിന് കീഴിൽ രണ്ട് മൃഗങ്ങളെ വെക്കുമ്പോൾ അതിൽ അവർ ഒരുമിച്ച് ചേരുന്നതിന് ഇണയാളി എന്ന് പറയും. അതുപോലെ കുടുംബജീവിതത്തിൽ രണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്നതിന് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഒരുപോലെ ഭാരം വഹിക്കുന്ന ആളുകളെ ആണായിരിക്കാം പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഭിന്നത പരിഹരിക്കണം, അവർക്ക് തുണ നിൽക്കണം എന്ന് പൗലോസ് അപേക്ഷിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭിന്നത ഒന്ന് പരിഹരിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ജീവവസതി പേരുള്ള ക്ലേമന്ത്, മറ്റ് സഹോദരന്മാരൊക്കെ ഈ ഇണയാളിയായുള്ളവരെ ഒന്ന് സഹായിക്കാനായിട്ട് ഇടയാകണം. അങ്ങനെ ഭിന്നത പരിഹരിച്ച് മുന്നോട്ട് പോകണം. നമുക്കറിയാം, ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ് ഭിന്നത ഉണ്ടാകുന്നത്? ജഡം ഉയരുമ്പോഴാണ്. താഴ്മയുള്ളിടത്താണ് ഐക്യത ഉണ്ടാകുക. താഴ്മയുള്ളിടത്താണ് സ്നേഹം ഉണ്ടാകുക. സ്നേഹമുള്ളിടത്ത് പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ അത് സ്നേഹത്തിൻ്റെ ആത്മാവിൽ പരിഹരിക്കാൻ കഴിയും. അത് വർദ്ധിച്ച് ഭിന്നതയാകാനും സഭയിൽ വഴക്കുണ്ടാകാനും സഭ ഭിന്നിച്ച് പോകാനും ഒക്കെ കാരണമാകത്തില്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ മുന്നോട്ട് പോയാൽ, ക്രിസ്തുവിൻ്റെ ആ ഭാവം നമ്മളിൽ ഉണ്ടായാൽ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഭിന്നത ഉണ്ടായാൽ ആ ഭിന്നത തുടരാൻ അനുവദിക്കരുത്. ചുമതലപ്പെട്ട ആളുകൾ അതിലിടപെട്ട് അത് പരിഹരിച്ച് സ്നേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ ഐക്യത നഷ്ടപ്പെട്ട് ഭിന്നതയോടുകൂടി സാരയില്ല എന്ന് പറഞ്ഞ് പോകുന്ന സഭകളൊക്കെ ഉണ്ട്. അത് ആ സഭയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാനോ ദൈവിക ശുശ്രൂഷകൾ ഫലകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാതെ വരും. ഇവിടെ രണ്ട് സഹോദരിമാർ ഭിന്നതയിലേക്ക് വന്നു. അവരെ കറക്റ്റ് ചെയ്യണമെന്നുള്ള പൗലോസിൻ്റെ വലിയ ആഗ്രഹം, അത് ഏറ്റെടുക്കുവാൻ അവിടെ ചുമതലപ്പെട്ട ആളുകളെ പൗലോസ് ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര നല്ല മാതൃക! നമുക്കും സ്നേഹത്തിൽ, ഐക്യത്തിൽ, ആത്മാവിലുള്ള ഐക്യത, സമാധാന ബന്ധത്തിൽ കാസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭിന്നത വരുത്താതെ നോക്കുവാൻ, ഭിന്നത വരുത്തുന്നതിന് കഷ്ടം എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തന്നെ സംസാരിപ്പാൻ, ഏകഭാവത്തോടെ ഇരിപ്പാൻ, ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ പോഷണത്തിന് വേണ്ടി ഏകാത്മാവിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ അതിന് മുഖാന്തരമാക്കി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.